ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കുനെയാണ്. ശങ്കു ആകെ അവശതായിട്ടിരിക്കുകയാണ്. ഞാൻ അവസാനമായിട്ട് ഇപ്പോഴാണ് ഓർത്തത്, ഏറ്റവും അവസാനമായിട്ട് ഞാൻ കഴിച്ചത് നീ തന്ന കോഫിയല്ലേ, അതിപ്പോഴാണ് ഓർമ്മ വരുന്നത്. ആഹാ, അതെന്താ ഗൗരി നീ അങ്ങനൊരു ടോക്ക്? ആ കോഫി പതുക്കെ കുടിച്ചാൽ മതിയെന്ന് ഞാൻ അപ്പോഴേ ചോദിച്ചതല്ലേ. അപ്പം എന്താ പറഞ്ഞത്? ചൂട് കാപ്പി ഒറ്റ വലിക്ക് കുടിച്ചാലേ അതിൻ്റെ സുഖം കിട്ടുമല്ലോ എന്നല്ലേ. ഇപ്പം കിട്ടിയല്ലോ, സമാധാനമായില്ലേ എന്ന് ചോദിച്ചു. അപ്പം നീയപ്പോൾ കോഫിയിൽ എന്തോ കലക്കി തന്നു ഇല്ലേ എന്ന് ചോദിച്ചു. എടി പൊന്നു മോളെ, സ്വന്തം കെട്ടിയോനെ ഈ പരുവത്തിലാക്കിയത് നീയാണല്ലേ. കെട്ടിയോൻ്റെ സ്വഭാവം നന്നായിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നിരിക്കും. ആഹാ, അത്രയ്ക്കായോ? ഇങ്ങനൊക്കെ പോയാ നീ എനിക്ക് വിഷം കലക്കി തരൂലോടി. അയ്യോ അമ്മേ, എനിക്ക് വീണ്ടും ബാത്റൂമിൽ പോകണം തോന്നുന്നുണ്ട്. ഞാൻ പോയിട്ട് വരട്ടെടി, എന്നിട്ട് ബാക്കി ഡയലോഗ് ആച്ചാട്ടോ ഇടി എന്ന് പറഞ്ഞാൽ ശംഖു എഴുന്നേറ്റ് പകുതി വരെ പോയി. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. 17 ആയിട്ടില്ല, 16 നോട്ട് ഔട്ട് എന്ന് പറഞ്ഞ് അപ്പം തന്നെ ഗൗരി നിന്ന് ചിരിക്കുകയാണ്. ചിരിച്ചോ, നല്ലോണം ചിരിച്ചോ. സത്യം പറ, നീ എന്തുട്ടാടി എനിക്ക് കലക്കി തന്നത്? അതെനിക്ക് ഇപ്പം അറിയണം. അത് പറയാൻ ദേ ആദ്യം ഇത് കുടിക്കുക എന്ന് പറഞ്ഞു. അപ്പം ശംഖു ഒന്ന് പേടിച്ചു. ഇന്നലെ കുടിച്ച പോലെ ഒറ്റ വലിക്ക് കുടിച്ചോന്നേ എന്ന് പറഞ്ഞു. അയ്യോ, ഇനി കുടിച്ച ബാത്റൂമിൽ കിടക്കേണ്ടി വരുമോ ഈശ്വരാ. പേടിക്കണ്ട, അതെ എന്താ പറയുമെങ്കിലും വേറെ ഒന്നും ഇട്ടിട്ടില്ല, നാരങ്ങ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ തന്നത് നീ തന്നെയാണല്ലേ? അത് കൺഫേം. അവൾക്ക് കോഫിയിലേ ഞാൻ കുറച്ച് സോപ്പ് കലക്കി കൊടുത്തതാ, പക്ഷേ അത് ഇങ്ങനെയായി. എന്ത് ചെയ്യാനാ? അതെ, നിറം സിനിമ ശങ്കറിന് ഭാര്യയാന്ന് ഞാൻ അറിഞ്ഞോ? എൻ്റെ പൊന്നു ഗൗരി, പ്രൊഫസറുടെ മോളെ, നന്മ മരമേ, നീയപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യൂലേ? അതെ, ഇതൊരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി അവളുടെ വാലെ തൂങ്ങി നടക്കാനാണ് ഭാവമെങ്കിലേ ഇതൊക്കെ തന്നെയായിരിക്കും അനുഭവം, മനസ്സിലാക്കിയോ? അതോർക്കുന്നത് ശംഖു ഒന്ന് നല്ലതാ എന്ന് പറഞ്ഞ ഗൗരി അങ്ങ് പോയി. അമ്പോ, ശങ്കർ ഒന്ന് വരണ്ട് പോയി കേട്ടോ. എൻ്റെ അമ്മേ, ഇതെന്താ ഞാനിപ്പോൾ കണ്ടത്? അപ്പം നമ്മുടെ പ്രൊഫസറുടെ മോള് ആള് വിചാരിച്ചതുപോലെ അല്ല. സംഭവം നെറ്റിയിൽ ഭസ്മക്കുറിയും ഐശ്വര്യമുള്ള മുഖവും മൊത്തത്തിലൊരു കുടുംബശ്രീ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ആളൊരു കുട്ടി സൈക്കോയാ. എൻ്റെ അമ്മോ, അല്ല എങ്ങനെ സൈക്കോ ആകാണ്ടിരിക്കും? ഇത് ചാരങ്ങാട്ട് വീട്ടിലേക്കല്ലേ കയറി വന്നിരിക്കണത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കുറച്ച് സൂക്ഷിക്കുക തന്നെ ചെയ്യണം എന്ന് വിചാരിച്ച് ശങ്കർ കൊണ്ടുവന്ന് ആ നാരങ്ങയുടെ ഇത് നീരങ്ങോട്ട് കുടിക്കുക കേട്ടോ. എൻ്റെ ദൈവമേ, ഇതിൽ നിൽക്കുമോ എന്തോ. പിന്നെ നമ്മൾ കാണുന്നത് ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നന്ദിനി അമ്മ ചെടി നനയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ശ്യാം സാറും ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ശ്യാമേട്ടാ, ദേ ഇവള് പൂട്ടു കേട്ടോ എന്ന് പറഞ്ഞു. ആഹാ, ദേ എന്ത് രസമല്ലേ എന്ന് പറഞ്ഞു. അത് പിന്നെ അവളിപ്പോൾ പെട്ടെന്ന് പൂട്ടേൻ്റെ രഹസ്യം എന്താണെന്ന് തനിക്കറിയോ? അത് പരസ്യമായ രഹസ്യമല്ലേ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ ആ രഹസ്യം താനൊന്ന് പറഞ്ഞേ. ശ്യാമേട്ടൻ ഇവക്ക് നല്ലൊരു കവിത ചൊല്ലിക്കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും, അതല്ലേ കാര്യം. അപ്പോൾ എൻ്റെ ഊഹം തെറ്റിയില്ല. എന്തായിരുന്നു ആ കവിത? ഒന്ന് പറഞ്ഞേ. മഞ്ഞും വേണം, മഴയും വേണം, വെയിലും വേണം, നിലാവും വേണം, പിന്നെയോ ഇരുട്ട് വേണം, കുളിര് വേണം, മഴ വേണം, പൂവും വേണം, പുഴുവും വേണം, അങ്ങനെ വേണം പാരിൽ എല്ലാം എന്നും പറഞ്ഞു. അപ്പം അവൾക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അവൾ വേഗം അങ്ങ് പൂത്തു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വേണി മോളതേ പണിയേറെന്ന് വാങ്ങുകയാണ്. നമ്മുടെ മുത്തശ്ശി കുറേ എന്താ പറയുക കരികില വാരിയിട്ട് നിലത്തിടുന്നു തൂപ്പിക്കുന്നു. മോളെ നടു നന്നായി കുനിയണം കേട്ടോ എന്ന് വേണം തൂക്കാനായിട്ട്. തൂത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ആദർശ് മോൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആദർശിനെ ചിരി സഹിക്കാൻ പറ്റണില്ല. മുത്തശ്ശിയെ, ഞാൻ മടുത്തു മുത്തശ്ശിയെ, ഇത്രയും പോരാ. അയ്യോ, നല്ലോണം ദേഹം വിയർക്കണം, എങ്കിലേ സുഖപ്രസവം കിട്ടുള്ളൂ. എൻ്റെ പൊന്നോ, നടു കുനിയട്ടെ. അപ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് വന്നിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ വേണിക്ക് ദേഷ്യം കൂടി വന്നു. ആഹാ, എന്താ വേണി, നീ എന്താ ഇങ്ങനെ വേണി മോളെ, നീ എന്താ നോക്കി നിൽക്കുക? സമയം കളയാതെ വെയിൽ വരുന്നതിന് മുൻപ് ഇത് മുഴുവൻ തൂത്ത് വൃത്തിയാക്കണം. അപ്പോഴേക്കും പ്രൊഫസറും നന്ദിനി അമ്മയും കൂടെ അങ്ങോട്ടേക്ക് എത്തി.
അപ്പം മുത്തശ്ശി ചപ്പിട്ടുകൊണ്ടിരിക്കുക. പാലൊക്കെ കുടിച്ചതല്ലേ, നല്ലോണം ജോലി ചെയ്യുക എന്ന് ആദർശ്. അവൾ ജോലി ചെയ്യാൻ നീ സമ്മതിക്കില്ലേ? മുത്തശ്ശി പറയുന്നത് കേട്ട് നല്ലോണം ജോലി ചെയ്യാനല്ലേ മുത്തശ്ശി ഞാൻ വേണിയോട് പറഞ്ഞത്. അപ്പം വേണ്ട നന്ദിനി അമ്മയും ശ്യാം സാറും അങ്ങോട്ടേക്ക് ചെല്ലാം. അതൊക്കെ വേണിമോള് ചെയ്തോളും. നിനക്ക് ഓഫീസിൽ പോകേണ്ടതല്ലേ, നീ വേഗം പോയി റെഡിയാവാൻ നോക്കാം. അവനെ ശ്രദ്ധിക്കണ്ട, നീ ജോലി ചെയ്തോട്ടോ. നടക്കട്ടെ, നല്ല ആളെ കുനിഞ്ഞു തൂക്ക്. ഇതെന്താ വേണിമോളെ, ആ ചൂലങ്ങോട്ടേക്ക് താ, ഞാൻ തൂത്തോളാം എന്ന് പറഞ്ഞു നന്ദിനിയമ്മ. വേണ്ട, വേണിമോള് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അമ്മേ, സുഖപ്രസവമൊക്കെ പണ്ടത്തെ കാലത്തല്ലേ, ഇപ്പം സിസേറിയനായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. സിസേറിയൻ വേണ്ട, സുഖപ്രസവം മതി. അത് തീരുമാനിക്കുന്നത് അമ്മയല്ലല്ലോ, ഡോക്ടറല്ലേ. എടോ നന്ദിനി, താ മോളുടെ കയ്യിൽ നിന്ന് ആ ചൂലങ്ങ് വാങ്ങിയേ. ശോ പാവം, ആകെ അവൾ കുഴഞ്ഞു മടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. വേണിക്ക് ഒരു കുഴപ്പമില്ലച്ചാ, അവൾക്ക് നല്ല ആരോഗ്യമില്ലേ അല്ലേ വേണി എന്ന് ചോദിച്ചു ആദർശ്. ഇന്നേതായാലും ഇത്രയും മതി, മോളിങ്ങ് ചൂലിങ്ങിതാ, ബാക്കി ഞാൻ തൂത്ത് വൃത്തിയാക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ വേണിയുടെ കയ്യിൽ നിന്ന് ചൂല് വാങ്ങുകയാണ്. അപ്പോൾ കലി വന്ന് മുത്തശ്ശി തേണ്ട ആ കയ്യിലിരുന്ന ബക്കറ്റ് ഒരൊറ്റ ഏറ് വെച്ച് കൊടുത്തു. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി എന്ത് വേണേ ചെയ്യ്, ഞാനൊന്നും ഇടപെടാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോവാണ്. അയ്യോ ശ്യാമേട്ടാ, ദേ അമ്മ പിണങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞു. പകുതി വഴി ചെന്നിട്ട് തിരിഞ്ഞു നിൽക്കുക. അതെ, നന്ദിനി അമ്മയോടും പ്രൊഫസറോടും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്താണെന്ന് വെച്ചാലേ, ഞാൻ എൻ്റെ വേണിമോളെ കൊണ്ട് ഇഷ്ടം പോലെ ഞാൻ ജോലി ചെയ്യിപ്പിക്കും. അതെൻ്റെ അവകാശമാണ്, അതെൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അത് തടയാൻ നന്ദിനി അമ്മയും പ്രൊഫസറും വന്നേക്കരുത്, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ വേണി പെട്ടു ഏകദേശം മനസ്സിലായി. വേണി ഇങ്ങനെ നിൽക്കുകയാണ്. വേണി, ഒരു കാര്യം പറയട്ടെ, മുത്തശ്ശിയുടെ മനസ്സിലെ എന്തൊക്കെയോ വലിയ പ്ലാനുകളുണ്ട് അല്ലമ്മേ എന്ന് ചോദിച്ചു ആദർശ്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, വേണിമോൾ കുറേ കഷ്ടപ്പെടും എന്ന് പറഞ്ഞു നന്ദിനിയമ്മ. അപ്പോൾ എല്ലാവരുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ് വേണി. കലി വന്നിട്ട് സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ നന്ദിനിയമ്മ ഇങ്ങനെ തൂത്തുകൊണ്ട് നിൽക്കുമ്പോൾ ആദർശിൻ്റെ ഫോണിലേക്ക് കോൾ വരികയാണ്. ആദർശ് ഈ ഫോൺ എടുത്ത് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ വേണി, അവളാന്നാ തോന്നുന്നത്, അവളായിരിക്കും, അതായിരിക്കും മത്താപ്പ് അങ്ങോട്ടേക്ക് പോയത്. എന്താ വേണിമോളെ? ഒന്നുമില്ല നന്ദിനിയമ്മേ എന്ന് പറഞ്ഞു. പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയും അവിടുത്തെ ജോലിക്കാരിനെയാണ്. അവർ രണ്ടുപേരുടെ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഗൗരി ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴത്തേനും ഒരു ചിലങ്കയുടെ ഒച്ച കേൾക്കുകയാണ്. ഒരു ചിലങ്കയുടെ ഒച്ച കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു. കേൾക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു. ആരാ ഇപ്പോൾ ചിലങ്ക കെട്ടാനായിട്ട്? ആരോ നൃത്തം ചെയ്യുന്നുണ്ടല്ലോ, അത് ഗംഗക്കുഞ്ഞ എന്ന് പറഞ്ഞു. കുഞ്ഞ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമായിരിക്കും. ഗംഗക്കുഞ്ഞിൻ്റെ ഡാൻസ് എന്ന് പറഞ്ഞാലേ ശങ്കർ കുഞ്ഞിന് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അല്ല, കുട്ടിക്കാലം മുതൽ ഗംഗ വീട്ടിൽ തന്നെ ആയിരുന്നോ എന്ന് ചോദിച്ചു. പിന്നെ കുട്ടിക്കാലത്ത് അവരെല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നോ? ഗംഗക്കുഞ്ഞും ശങ്കർ കുഞ്ഞും വേണിമോളും അങ്ങനെ എല്ലാവരും. കുറേ നാൾ കഴിഞ്ഞല്ലേ പിന്നെ ഇവിടെ വീണ്ടും ബാംഗ്ലൂർക്ക് തിരിച്ചു പോയത്. പിന്നെ ഗംഗ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടേ ഇല്ല. ഇടയ്ക്കൊക്കെ വരും, എപ്പോഴൊക്കെയൊക്കെ വരും. വന്നില്ലെങ്കിൽ നമ്മുടെ ശങ്കർ കുഞ്ഞ് ബാംഗ്ലൂർ പോയി ഗംഗക്കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വരും. ബാംഗ്ലൂർ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പം ശങ്കർ ഗംഗയും കൂട്ടി വരുമായിരിക്കും അല്ലേ? അല്ലല്ല, ഗംഗക്കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി മാത്രമാണ് ശങ്കർ കുഞ്ഞ് ബാംഗ്ലൂരേക്ക് പോണത്. മേഡത്തിന് അറിയാത്തത് കൊണ്ടാണ്. ഗംഗക്കുഞ്ഞെന്ന് പറഞ്ഞാൽ ശങ്കർ കുഞ്ഞിനെ ജീവനായിരുന്നു, ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോഴേക്കും ഗൗരിക്ക് ദേഷ്യം വരാൻ തുടങ്ങി കേട്ടോ. ഇപ്പോഴും ശങ്കർ കുഞ്ഞിനെ ഗംഗക്കുഞ്ഞിനോടുള്ള ആ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല കേട്ടോ. സ്നേഹം കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, ഒട്ടും കുറഞ്ഞിട്ടില്ല. അപ്പോൾ പണി ഏൽക്കുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുക. സത്യം പറഞ്ഞാൽ ഗംഗക്കുഞ്ഞിൻ്റെയും ശങ്കർ കുഞ്ഞിൻ്റെയും അടുപ്പവും സ്നേഹവും അവരുടെ തമാശകളും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും വിചാരിച്ചതേ ശങ്കർ കുഞ്ഞ് കെട്ടാൻ പോണത് ഗംഗക്കുഞ്ഞിനെ തന്നെ ആയിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ എന്താ കല്യാണം നടക്കാതെ പോയതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതെന്താ സംഭവമൊന്നും അറിയില്ല. ചിലപ്പോൾ ജാതകം തീർന്നു കാണില്ലായിരിക്കും, അതായിരിക്കും. അല്ലെങ്കിൽ ആ കല്യാണം നടക്കാതെ പോയതിൻ്റെ വിഷമം രണ്ടു പേർക്കും ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല മേഡത്തിന് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടായിരിക്കും ആ കല്യാണം നടക്കാതെ പോയത്? അറിയോ മേഡത്തിന്? ശങ്കർ കുഞ്ഞ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ഗൗരിയുടെ മുഖഭാവം മാറി. എന്തിനെക്കുറിച്ച്? അല്ല, ആ കല്യാണം നടക്കാതെ പോയതിൻ്റെ കാര്യം വല്ലതും അതറിഞ്ഞിട്ടെന്താ? നിങ്ങളിപ്പോൾ അവരുടെ കല്യാണം നടത്തി കൊടുക്കുമോ? അല്ല, ഞാൻ
എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുന്നത് നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ശ്രദ്ധിക്കാദ്യം. അതാ ചെയ്യേണ്ടത്. പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്ന് ചോദിച്ചു. കൂടുതൽ വാചകം അടിക്കാതെ വേഗം ജോലി ചെയ്ത് തീർക്കാനാണ് പറഞ്ഞത്. എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരിക്ക് പണി കൊടുത്തിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഗൗരി ചെല്ലുമ്പോൾ നമ്മുടെ ഗംഗയുടെ ഉഗ്രം പ്രകടനം കണ്ട് എല്ലാവരും ഇങ്ങനെ കൈയൊക്കെ അടിച്ച് നിൽക്കുകയാണ് ശംഖുവും. അപ്പം ഇവരെല്ലാവരും കണ്ടു. അപ്പോൾ അവസാനം ഇതെല്ലാം കണ്ടിട്ട് കൈയൊക്കെ അടിച്ചു കേട്ടോ. എങ്ങനെയുണ്ട് ശംഖു, എൻ്റെ പെർഫോമൻസ് കൊള്ളായിരുന്നോ എന്ന് ചോദിച്ചോ. ഹൗസ് മൈ പെർഫോമൻസ്, നന്നായോടാ എന്ന് ചോദിച്ചു. നന്നായോന്നോ? എൻ്റെ കൊന്നു കിടാവേ, നന്നായി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഗംഭീരം എന്ന് പറഞ്ഞു. അതിഗംഭീരം, നല്ല കിണ്ണം കാച്ചി ഐറ്റം എന്ന് പറഞ്ഞു. ആണോടാ ശരിക്കും? ശരിക്കും ഇഷ്ടമായോ? ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഗൗരി അങ്ങോട്ടേക്ക് വരിക. അയ്യോ ഇത് ലൈവാ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തുകൊണ്ട് വരികയാണ്. ഹലോ, ഹായ് ഗൈസ്. അപ്പോഴേ ഇതേ ജസ്റ്റ് ചെറിയൊരു പെർഫോമൻസ് ആയിരുന്നു. ഇത് നിങ്ങൾക്കിഷ്ടാവും, അതെനിക്കറിയാം. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്കിഷ്ടാവുമല്ലോ അല്ലേ ഗൈസ്? അപ്പോഴേ ഇവിടെ ആർക്കൊക്കെ ഇഷ്ടമായി എന്ന് നമുക്കൊന്ന് ചോദിച്ചാലോ? ഫസ്റ്റ് എൻ്റെ ശംഖുവിനോട് തന്നെ എനിക്ക് ചോദിക്കാം എന്ന് പറഞ്ഞാൽ ശംഖുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സോ ഗൈസ്, ഇതെൻ്റെ ശംഖു, ആദ്യത്തെ എൻ്റെ ക്രഷ്. അപ്പോഴേക്കും പിന്നെ ശംഖു അങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്. എൻ്റെ സുന്ദര കുട്ടപ്പൻ, നമ്മുടെ സ്വന്തം ശംഖു. ശംഖു നീ എന്ന് പറഞ്ഞേ, എങ്ങനെയാ കാര്യങ്ങൾ പറയാം. ഗംഗേ എനിക്കിഷ്ടമായി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. സംഭവം നല്ല കുഴി മിന്നിലായിട്ടാട്ടോ. ഹായ്സ്, എൻ്റെ ശംഖുവിന് ഒരുപാട് എൻ്റെ പെർഫോമൻസ് ഇഷ്ടമായിട്ടോ. ശംഖു ഒരു ഹായ് പറഞ്ഞേ. ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ എന്നൊക്കെ പറയാണ്. എപ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഗൗരിയെ കാണുന്നത്. എൻ്റെ അമ്മോ, ഇന്നും കോഫി കലക്കി തരുമോ എന്ന് പേടിച്ച് ശംഖു വേഗം മുഖഭാവമൊക്കെ മാറി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ചിരിക്കുവാണോ കരയാണോ എന്നറിയാതെ. അപ്പം രാധാമണിയും മഹാദേവനും ഭയങ്കര സന്തോഷത്തിലും. അപ്പോൾ അടുത്തത് ഞാൻ അവരുടെ അടുത്തേക്കാണ്. ദാ നോക്കി ഗൈസ്, ഇതാണ് എൻ്റെ റഫ് ആൻഡ് ടഫ് ദേവമ്മ. ദേവമാമ പറഞ്ഞ ദേവമാമ, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ നൃത്തം ഇഷ്ടമായോ ഗംഗമ്മോടെ? എൻ്റെ മോളെ നീ ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതേ ദേവമാമ ഇത്രയൊന്നും അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അടിപൊളി, കലക്കിയിട്ടുണ്ട് കേട്ടോ, സൂപ്പർ എന്ന് പറഞ്ഞു. ഗൈസ്, ദേവമാമയുടെ കയ്യിൽ നിന്നൊക്കെ ഒരു നല്ല വാക്ക് കിട്ടാമെന്ന് പറഞ്ഞാലേ യുനോ ഗൈസ്, അത് ഓസ്കാർ കിട്ടണ പോലെ കേട്ടോ എന്ന് പറഞ്ഞു. യെസ്, ഇനി എൻ്റെ അമ്മായിക്ക് എന്താ പറയാനുള്ളത് എന്നൊന്ന് നോക്കാം. രാധമ്മായി ഒന്ന് പറഞ്ഞേ, സംഗതി എങ്ങനെ ഉണ്ടായിരുന്നോ? അടിപൊളിയായതോ? മനോഹരം, പറയാൻ വാക്കുകളില്ല, അതിഗംഭീരം എന്ന് പറഞ്ഞു. താങ്ക് യു. ഇവിടെ ചിലരൊക്കെ നൃത്തം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ കോപ്രായങ്ങളല്ലേ ഇത്രയും നാളും കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത്. ഗൈസ്, അതാരാണ് ഗൈസ് നൃത്തം എന്ന പേരിൽ കോപ്രായം കാണിക്കുന്ന അങ്ങനെ ഒരാൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിക്കിട്ടാണ് താങ്ങിയത്. അപ്പോൾ ഗൗരി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഹായ് ഗൗരിക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗ നേരെ ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ ഫോണുമായിട്ട്. ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല കേട്ടോ. ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ ക്യൂട്ട് സുന്ദരിക്കുട്ടിയുടെ ഒപ്പീനിയൻ എടുക്കാം. ഗംഗേ നീ ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു. അപ്പോൾ ഗംഗ വേഗം തന്നെ, ഗംഗേ എനിക്ക് ഇച്ചിരി തിരക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി വേഗം അവിടുന്ന് അങ്ങ് സ്കൂട്ടായി. അപ്പോൾ തന്നെ ഇവളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ചിരിയും വന്നു. സോറി ഗൈസ്, ഗൗരി നമുക്ക് ജസ്റ്റ് മിസ്സായി പോയിട്ടോ. ബിസിയാണെന്നാണ് പറഞ്ഞത്. കിച്ചണിൽ എന്തോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏതോ സ്പെഷ്യൽ ഡിഷ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരിക്കും. ഗൗരിയുടെ ഒപ്പീനിയൻ നമ്മൾ വിട്ട് കളയുന്നില്ല, നമ്മളത് പിന്നീട് എടുക്കും. ഓക്കെ, അപ്പോൾ ഗൗരിയെ മിസ് ചെയ്യണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ വീണ്ടും ഇങ്ങോട്ട് ഇതുകൂടി ചെല്ലുകയാണ് കേട്ടോ. ഇനി ഇമ്പോർട്ടൻ്റ് ആയ ഫാമിലിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും ഒക്കെ ആയിട്ടുള്ള ഒരു അറിയിപ്പ് എനിക്ക് പറയാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഗംഗമോളെ, നീ വന്നപ്പോൾ മുതൽ ഈ ഫോണും കൊണ്ട് നടക്കുകയാണല്ലോ, ഇതൊന്ന് താഴെ വെച്ചൂടെ? ദേവമാമ, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതുകൊണ്ട് താഴെ വെച്ചു. ഇനി എൻ്റെ ഫാൻസിനോടും എൻ്റെ ഫാമിലിയോടും ഇനി എൻ്റെ സർപ്രൈസ് അനൗൺസ്മെൻറ്റാണ് നടക്കുന്നത്. ശരി, എന്താ സംഗതി എന്ന് നിങ്ങൾക്കറിയോ? ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഗൈസ്, ഞാൻ തൃശ്ശൂരിലേക്ക് വന്നത് എൻ്റെ ഫാമിലിയെ കാണാൻ വേണ്ടി മാത്രമൊന്നും അല്ല ഗൈസ്, മറ്റൊരു കാര്യം കൂടി എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അമ്മേ, രാധമായി, ശംഖു, ആർക്കെങ്കിലും പറ്റുമോ? ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുന്നേ എന്ന് പറഞ്ഞു. ഞാൻ പറയണമെങ്കിൽ പറയാം, പക്ഷേ അതേ നിനക്ക് അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. പറ ശംഖു,
ഞാൻ പറയുന്നത് ചിലപ്പോൾ പൊട്ടത്തരമാവും, ഞാൻ ചമ്മിപ്പോവും. ഇല്ലില്ല, ശങ്കുവിനെ കൊണ്ട് പറ്റും, അത് ഉറപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ ഫോൺ എടുത്ത് വീണ്ടും ശങ്കുവിൻ്റെ അടുത്തേക്ക് ചെല്ലാം. ഇതേ കമൻറ്റുകളായിട്ട് ഓരോന്ന് വരുന്നുണ്ട്. ശങ്കുവിന് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞു ശങ്കു, കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞു. എന്നാ എൻ്റെ ഒരു തോന്നലാട്ടോ, ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും പറയാം. ഇനി തെറ്റിയാലും നിങ്ങളാരും എന്നെ കളിയാക്കല്ലിട്ടാ. എന്തായാലും ഞാൻ പറയാം. അത് എൻ്റെ ഒരു തോന്നലനുസരിച്ച് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഒരു ഡാൻസ് പ്രോഗ്രാം അവതരിപ്പിക്കാനാണ് നീ വന്നിരിക്കണത്. എന്താ ഞെട്ടിപ്പോയിട്ടോ? എൻ്റെ പൊന്നോ ശങ്കു, ഇതെങ്ങനെയാണ് നീ മനസ്സിലാക്കിയത്? ഒന്ന് പറ. സത്യമായിട്ടും നിനക്കെന്തോ ഒരു പവറുണ്ട് ശങ്കു, അതാ എന്തോ ഒരു സിക്സ്ത് സെൻസ്, അത് ഉറപ്പാ. സത്യമായിട്ടും ഗൈസ്, ഞാൻ ആരോടും പറയാതിരുന്ന ഒരു രഹസ്യമാണ് ഇപ്പോഴേ ശങ്കു ഇപ്പോൾ പൊട്ടിച്ചിരിക്കണത്. എന്നിട്ട് ഇവർ രണ്ടുപേരും ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നു, ഇങ്ങനെ പറയുന്നു. ഇത് കണ്ടപ്പോഴത്തേനും രാധാമണിക്കും മഹാദേവനും ഭയങ്കര സന്തോഷമായി. ഗൗരിയെ പുകച്ച് പുറത്തെ അടിക്കാൻ പറ്റിയൊരാൾ ഗംഗ തന്നെയാണ്. അപ്പോൾ അവരിങ്ങനെ അതും കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഗൗരിക്ക് കളി വന്ന് ഗൗരി അകത്തേക്ക് പോവുകയും ചെയ്തു. പിന്നെ കാണും നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് വേണിമോൾ അങ്ങോട്ടേക്ക് വരണത്. എന്താ മത്താപ്പേ, കാമുകി എന്താ പറഞ്ഞത്? എനിക്കറിയില്ല, അവളെന്തെങ്കിലും പറയട്ടെ. എന്തൊട്ടേലും പറയട്ടെ എന്നോ? അതെന്തൊട്ട് ആദർശേട്ടാ അങ്ങനൊരു ടോക്ക്? എടി, ഞാൻ അവളുടെ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാ? ഹോ, ഇതെന്തൊരു കഷ്ടാന്ന് നോക്കിയേ. എൻ്റെ പൊന്നു മനുഷ്യ, ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു ബോക്സിംഗ് ചാമ്പ്യൻ അല്ലേ? നീ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു. ഞാൻ അവളെ ഇടിച്ചൊതുക്കണമെന്നാണോ? അയ്യോ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. ദേ, വെറുതെ പുലിവാലൊന്നും ഉണ്ടാക്കല്ലേ എൻ്റെ പൊന്നോ. അതെ മനുഷ്യ, സ്ത്രീകളെ തല്ലിയാലുണ്ടല്ലോ നിങ്ങളകത്ത് കിടക്കും. അതുകൊണ്ട് അതൊന്നും വേണ്ട. ഹേ, നിങ്ങൾ അവരെ തല്ലാനും കൊല്ലാനും ഒന്നും പോകണ്ടെന്നേ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഒളിച്ച് നടക്കണ പരിപാടിയില്ലേ, അതങ്ങ് അവസാനിപ്പിക്കാം. എന്നിട്ട് എന്തുട്ടാ, ധൈര്യമായിട്ട് നേരിട്ട് അങ്ങോട്ട് ചെന്ന് അവളോട് സംസാരിക്കുക, അത്ര തന്നെ. ദേ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്കവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ പറയണോ? അപ്പോൾ ആദർശ് ചൂടാകണം. നീ എന്താ വേണി ഈ പറയുന്നത് എന്ന് ചോദിച്ചു. അവളെ പറഞ്ഞ് മനസ്സിലാക്കാനോ? വേണി, നിനക്ക് അവളെക്കുറിച്ച് ഒന്നും അറിയില്ല, അതാ നീ ഇങ്ങനെ സംസാരിക്കുന്നത്. ശരിക്കും അവളുടെ സ്വഭാവം എന്താണെന്ന് പോലും ഊഹിക്കാൻ പറ്റില്ല. അത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ രഞ്ജുവിനെ നിനക്ക് മനസ്സിലാക്കുക നീ ആദ്യം. നീ എന്താ വിചാരിക്കുന്നത്? അവളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഉടനെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്നോ? നീ വിചാരിക്കുന്നത് പോലെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. അതിന് ശ്രമിച്ചാൽ അവൾ അപ്പോൾ ആത്മഹത്യ ഭീഷണി മുഴക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ എന്തേ പറയണത്? ഞാൻ പറഞ്ഞത് എന്തുട്ടാ? അവളെ ഉപദേശിച്ച് നന്നാക്കാനാണോ? പിന്നെ നീ അതല്ലേ ഉദ്ദേശിച്ചത്? ഇതാട്ടോ നിങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കണില്ല. അതാ ഇവിടുത്തെ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം. ശരി, ഓക്കെ, എനിക്ക് മനസ്സിലായില്ല. നീ എന്താ ഉദ്ദേശിച്ചത്? വ്യക്തമായിട്ട് നീ ഒന്ന് പറ. എൻ്റെ പൊന്ന ആദർശേട്ടാ, ഇതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമൊന്നും അല്ലെന്നേ. ഇവിടെ ഡയലോഗുകൾക്ക് യാതൊരു പ്രസക്തിയില്ല. ഇനി അങ്ങോട്ട് ഫുൾ ആക്ഷനാണ് ആക്ഷൻ. പിന്നെ ഒരു കാര്യം, ബുദ്ധിപരമായ നീക്കത്തിലൂടെ കൃഷ്ണവേണി ആദർശ് സ്വന്തം ഹസ്ബൻഡിനെ രക്ഷിച്ചിരിക്കും. നീ കുരുക്കിൽ നിന്ന് വേണി സംരക്ഷിക്കൂന്ന് ധൈര്യമായിട്ടിരിക്കുന്നേ എന്ന് പറഞ്ഞു. അല്ല, നീ എന്ത് ബുദ്ധിപരമായ നീക്കമാണ് ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാട്ടോ. അതെ, നിങ്ങൾ ആദ്യം ബാങ്കിലേക്ക് പോകാൻ നോക്കിയേ. ബാങ്കിലേക്കോ എന്ന് ചോദിച്ചു. ബാങ്കിലേക്ക് തന്നെ. വേഗം റെഡിയാവാൻ നോക്കി ആദർശേട്ടാ എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ രഞ്ജുവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ. ഇനിയാണ് കളി. അപ്പം വേണി കണക്കൊക്കെ കൂട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ആദർശിനൊന്നും മനസ്സിലായില്ല. ആദർശ് ഇങ്ങനെ കിളി പോയതുപോലെ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.